പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പാപ്പന്റെ കൂടെയും കണ്ട് നെല്ലിയാമ്പതിക്ക് വന്ന ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് ഇവിടെ കറങ്ങിയ സ്ഥലങ്ങളൊന്നും ഇപ്രാവശ്യം പോയി കണ്ട സ്ഥലങ്ങളൊക്കെ രണ്ടും വ്യത്യസ്തമായിരുന്നു കേട്ടോ. രണ്ട് സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാ ഈ പോകുന്ന സ്ഥലത്താണ് കേട്ടോ. ഈ വെജിറ്റബിൾസിന്റെയും അതുപോലെ ഫ്ലവേഴ്സിന്റെ ഒക്കെ വലിയൊരു ഫാം എന്ന് പറയാം. പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഓറഞ്ചിന്റെയും ഒരു ഫാം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയില്ല കേട്ടോ. ഇതിന്റെ ഉള്ളിൽ തന്നെ കണ്ടു നടക്കാനായിട്ട് കുറെ സ്ഥലങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതേ കാണുന്ന ഏറുമാടം കണ്ട മക്കളെയും കൊണ്ട് വല്ലാതെ സാഹസികത കാണിക്കാൻ നിന്നില്ല. ലക്കിനും കൊണ്ടേ ആ മുകളിൽ കയറുന്നൊന്നും അത്ര നല്ല കാര്യമല്ല. പിന്നെ ഒരു ഗ്യാപ്പ് എങ്ങാനും കിട്ടിയാലോ, രണ്ടിനും കയ്യിലിരിപ്പ് ഇതാണേനും. നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫ്ലവേഴ്സ് എന്നൊക്കെ പറയണത് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്ന ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കൂട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന ആമ്പൽക്കുളം കണ്ടോ, നല്ല അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നേ. അതിലാണെങ്കിൽ നിറച്ചും ആമ്പലുകൾ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ നല്ല രസമായിരുന്നു. നടന്നു വല്ലാണ്ട് ക്ഷീണിച്ചപ്പോൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്ത് കയറി ഇരുന്നായിരുന്നേ. ഇതിനെ ഇവിടെ എല്ലിമുളം കാടുകൾ എന്നാട്ടോ പറഞ്ഞിരുന്നത്. ഓരോന്നും എന്താണെന്ന് അവര് ബോർഡിൽ ഇങ്ങനെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലിമുളം കാട് എന്ന്. നമ്മളാ പാട്ടിൽ കേൾക്കുന്ന പോലെ പഴയൊരു സിനിമാ പാട്ടിലെ പേര് വെച്ചിട്ട്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ആ ഫാമിന്റെ പുറത്ത് പോവാൻ നേരത്തെ ഒരു ചേച്ചീനെ ഇതിന്റെ ഉള്ളിൽ വെച്ച് കണ്ടായിരുന്നു. ഇതും കൂടി കണ്ടിട്ട് പോകും മക്കളെ എന്ന് പറഞ്ഞിട്ട് മൂപ്പരാളാണ് ഇങ്ങോട്ട് വരുത്തിച്ചേട്ടാ. ആളാണ് പറഞ്ഞത് ഓറഞ്ച് ഫാമിലേക്ക് കുറച്ച് നടക്കാനുണ്ട്, ഇപ്പൊ എന്തായാലും നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട, കാരണം ഓറഞ്ചൊക്കെ ഒരു 2 ദിവസം മുന്നേ പറിച്ചെടുത്തായിരുന്നു നമുക്ക് ഈ സ്ക്വാഷ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആള് ഇതിന്റെ ഉള്ളില് ആള് കാണിച്ചിരുന്ന സംഭവമാണ് കേട്ടോ. നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ മഞ്ഞ് പെയ്യിക്കുന്ന സംഭവം. കറണ്ടിലാണ് കേട്ടോ ഇത് വർക്ക് ചെയ്യുന്നത്. ആളൊരു സ്വിച്ച് ഇട്ടപ്പോ തന്നെ ഒരു ചെറിയ സൗണ്ടും പിന്നാലെ നല്ല മഞ്ഞ് പെയ്യുന്ന പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കോട മഞ്ഞ്, പ്രത്യേക തരം സുഖം ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ പോയി നിൽക്കാനൊക്കെ. എന്തായാലും സംഭവം സൂപ്പർ ആയിരുന്നു.